والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه أجمعين. أما بعد، മനുഷ്യന്റെ സത്യത്തിനെ സംബന്ധിച്ച് അല്ലാഹു ഓർമ്മപ്പെടുത്തുന്ന ആയത്താണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് അല്ലാഹു എല്ലാ
മനുഷ്യരെയും പഠിച്ചിട്ടുള്ളത് സ്വർഗത്തിൽ താമസിക്കാനാണ്. മനുഷ്യവർഗത്തെ മൊത്തത്തിൽ അള്ളാഹു സൃഷ്ടിച്ചത് അവർക്ക് സ്വർഗം നൽകാൻ വേണ്ടിയാണ്. അള്ളാഹു എല്ലാ മനുഷ്യരെയും ക്ഷണിക്കുകയാണ്. അള്ളാഹു അത് മനുഷ്യവർഗത്തിന്റെ സ്ഥാനവും പദവിയും ആദരവും അത് നമ്മൾ വിചാരിച്ച പോലെ ഈ ഭൂമിയിൽ അള്ളാഹു ഈ ആദമിന്റെ മക്കളെ ആദരിച്ചു ബഹുമാനിച്ചു. ഭൂമിയിൽ നമുക്ക് കിട്ടുന്ന സ്ഥാനമാനങ്ങളും പദവികളും മറ്റ് സൗകര്യങ്ങളും മാത്രമാണ് അള്ളാഹു മനുഷ്യവർഗത്തിന് കൊടുത്ത ആദരവ് എന്ന് മനസ്സിലാക്കി വെക്കുക. വലക്കത് കർമ്മ ബനിയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആദം സന്തതികളെ തീർച്ചയായും നാം ആദരിച്ചിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കിയതല്ല. നമ്മൾ മനസ്സിലാക്കിയ ആദരവ് അത് ഈ ഭൂമിയിൽ മറ്റ് ജീവജാലങ്ങൾക്കൊന്നും ഇല്ലാത്ത പോലെ സ്ഥാനങ്ങളും പദവികളും സൗകര്യങ്ങളും ഒക്കെ കൊടുത്തു എന്നുള്ളതാണ്. അല്ലേ? അങ്ങനെ തന്നെ സാധാരണ മനുഷ്യവർഗത്തെ അള്ളാഹു ആദരിച്ചിട്ടുണ്ട് ബഹുമാനിച്ചിട്ടുണ്ട് എന്ന് സാധാരണ നമ്മൾ പറയുമ്പോൾ അതൊന്നും സാധാരണ അങ്ങനെ പറയുന്നത് അല്ലേ? ദുനിയാവിൽ ആദരിച്ചു ബഹുമാനിച്ചു, ദുനിയാവിൽ സ്ഥാനം കൊടുത്തു, പദവി കൊടുത്തു, മറ്റ് ജീവജാലങ്ങൾക്കൊന്നും ഇല്ലാത്ത പോലെ പ്രത്യേകതകളൊക്കെ മനുഷ്യന് കൊടുത്തു. ഇതാണ് മനുഷ്യവർഗത്തിന് അള്ളാഹു കൊടുക്കുന്ന ആദരവ് എന്നാണ് പല ആൾക്കാരും മനസ്സിലാക്കിയത്. എന്നാൽ അങ്ങനല്ല. ദുനിയാവിൽ മനുഷ്യനേക്കാൾ കഴിവുള്ള ഒരുപാട് ജന്തുജാലങ്ങളും ജീവജാലങ്ങളൊക്കെ ഉണ്ട്. മനുഷ്യനേക്കാൾ കഴിവ് ഏതെങ്കിലും ഒരു ജനിച്ചോടൊക്കെ മനുഷ്യനെ കൊടുത്താൽ ഒരു വഴി കിട്ടാതെ സംഭവിക്കുക. അത് നായിക്കുന്നത് അത് രീതിക്ക് വരും. ഈ പട്ടിക്കുട്ടിയേക്കാൾ മനുഷ്യന് സ്ഥാന പദവി ഇല്ലാതാണ് പറഞ്ഞത്. പിന്നെ വിശേഷവിദ്യയാണ്. അത് മാത്രമാണ് അതൊരു പ്രത്യേകതയാണ്. പിന്നെ എന്താണ് ഈ ആദരവ് എന്നറിയുന്നത്? അതിന് ഞാൻ പെട്ടെന്ന് ഉത്തരം വെക്കുന്നത് മനസ്സിലാക്കി പറഞ്ഞുതരാം. എല്ലാവർക്കും അറിയുന്നവരായത് ഞാൻ പറഞ്ഞത് സുഹൃത്ത് യാസീനില് ആ സാഹിബ് യാസീൻ കൊല്ലപ്പെടുന്ന രംഗം പറയുന്നുണ്ടല്ലോ. അല്ല സാഹിബ് യാസീൻ അതായത് പിന്നെ 3 പ്രവാചകന്മാരെ നിയോഗിച്ചു. ആ പ്രവാചകന്മാരെ ഇവര് കളവാക്കിയപ്പോൾ ആ റജുലാണ് സാഹിബ് യാസീൻ. ഓടി വന്ന മനുഷ്യനാണ്, പ്രവാചകനല്ലാത്ത. അവരെ ഈ ആൾക്കാർ എന്താക്കി? അത് ഇവരോട് ഇവര് പറഞ്ഞ അർജുനക്കും പറയ മസന്നക്കും അർജുനക്കും പറയ മസന്നക്കും അതാവും നിർത്തിയിട്ടില്ലെങ്കിൽ ഈ പറച്ചിൽ നിർത്തിയിട്ടില്ലെങ്കിൽ ഞങ്ങൾ എറിഞ്ഞു കൊല്ലും, നല്ല വേദനിപ്പിക്കും, വേദനാജനകമായ ശിക്ഷ നിങ്ങളെ ബാധിക്കും എന്നൊക്കെ പറഞ്ഞു. എറിഞ്ഞു കൊല്ലും, എറിഞ്ഞു ഓടിക്കും. പക്ഷെ അവർ നിർത്തിയില്ല. അവർ വീണ്ടും പറഞ്ഞുകൊണ്ടേയില്ല. അവസാനത്താക്കി നാട്യതയുടെ പനി ഞാൻ ഇത് ഭൂമിയാകുന്ന ദിമ വഫറലി റബ്ബി വജഅലനി മിനൽ മുക്രമീൻ. അത് മരിക്കുന്ന സമയത്താണ് അദ്ദേഹത്തിന്റെ മരിക്കുന്ന സമയത്തുള്ള അവസ്ഥ അല്ല പറയുന്നത്. ഈ ജനങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ എന്റെ റബ്ബ് എനിക്ക് കൊടുത്തു തരികയോ ആദരിക്കപ്പെട്ടവരിൽ എന്നെ ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് എന്നറിയാം. അപ്പൊ ആദരവപ്പെടാം അപ്പൊ മനുഷ്യവർഗത്തിന് അള്ളാഹു കൊടുത്തുള്ള ഏറ്റവും വലിയ ആദരവാണ്
എല്ലാ മനുഷ്യർക്കും വേണ്ടി അള്ളാഹു മനുഷ്യൻ ശരിക്ക് ജീവിക്കേണ്ടത് എവിടെയാണ്? സ്വർഗത്തിലാണ്. കാരണം മനുഷ്യന് ഭയങ്കര ജീവിതത്തെക്കുറിച്ച് ഭയങ്കര കാഴ്ചപ്പാടാണ്. ജീവിതത്തെക്കുറിച്ച് ഭയങ്കരമായ കാഴ്ചപ്പാടുകളും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളൊക്കെ ആയിട്ടുള്ളത് മനുഷ്യനുള്ളത്. അല്ലേ? നിരക്കരുത് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്, ശരീരം ചുഴിയെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, ക്ഷീണം വരരുതെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, വയസ്സാവരുതെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അല്ലെ? ഭക്ഷണം ഇങ്ങനെ കഴിച്ചുകൊണ്ടേ ഇരിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ ബാത്റൂമിൽ പോകരുതെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ ബാത്റൂമിൽ പോകും ഭക്ഷണം ഇങ്ങനെ കഴിക്കാൻ ഇത്രയും അത് ബാത്റൂമിൽ പോകാതെ തന്നെ എന്തെങ്കിലും വേറെ ഈ ഭക്ഷണം കഴിക്കുന്നതിന് ആദ്യമായിട്ട് കൂടെ പരിപാടി വിടുന്നുണ്ടെങ്കിൽ നല്ലതെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അല്ലെ? ക്ഷീണം ചെയ്യാതെ തടസ്സമില്ലാതെ മരണത്തെ പേടിക്കാത്തൊരു ജീവിതം, അപകടങ്ങളെ പേടിക്കാത്തൊരു ജീവിതം, പരീക്ഷണങ്ങളെ പേടിക്കാത്തൊരു ജീവിതം. അതിൽ ബന്ധത്താൽ ഉള്ളത് നഷ്ടപ്പെടുമ്പോൾ നിങ്ങൾ പേടിക്കാത്ത ജീവിതം. അല്ലേ? ആഗ്രഹിക്കുന്നില്ലേ? ഇത് കിട്ടലല്ലേ ആദരവ്? അല്ലേ? ഇത് കിട്ടലല്ലേ ആദരവ്? അതല്ലാതെ ഞാൻ ഇങ്ങനെ നിന്റെ ആഗ്രഹത്തിനനുസരിച്ച് ഇങ്ങനെ ഉണ്ടാക്കി ഇങ്ങനെ കൊണ്ടുവരുന്ന കിടക്ക് ഇന്നങ്ങോട്ട് കൊണ്ടുവരണം. ഞാൻ മരിച്ചു പോകും. ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ സമാഹരിച്ചിട്ട് സ്വപ്നത്തിലേക്ക് ഇങ്ങനെ എത്തുമ്പോൾ ഞാൻ പോവുകയാണ്, തളർന്നു പോവുകയാണ്. മനസ്സിലാവുക? 10-38 വയസ്സിലെ ചെറുപ്പക്കാരൻ ഉള്ളാളത്തിന്റെ വീട് തൊട്ടെടുത്ത നാടിനെ തൊട്ടെടുത്ത ഒരു ചെറുപ്പക്കാരൻ ഒരുപാട് ചെറിയ പ്രായത്തിലേ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ട് അതിലേക്ക് ഇങ്ങനെ എത്തി ഒരുപാട് സമ്പാദിച്ച് ഒരുപാട് ഫ്ലാറ്റ് വാങ്ങി ഒരുപാട് പറമ്പ് വാങ്ങി ആ നാട്ടിലെ വലിയൊരു അറിയപ്പെട്ട ഒരാളായി ചില്ലറ കുറച്ച് വർഷങ്ങൾ കൊണ്ട് പെട്ടെന്ന് സ്ട്രോക്ക് വന്ന് 5-6 മാസമായിട്ട് കോഴിക്കോട് സ്വകാര്യാശുപത്രി കിടക്കുകയായിരുന്നു. സ്ട്രോക്ക് വന്നിട്ട് വെള്ളിയാഴ്ച കിടക്കുകയും ഐസിയിലേക്ക് ഈ സമ്പാദിച്ചതിന്റെ സിംഹഭാഗവും അവിടെ തീർന്നു. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇതാണ് ആദരവ്. മനുഷ്യന്റെ ജീവിതം അങ്ങനെയാണ്. അവരിങ്ങനെ പോകുന്നതിനായിട്ട് നമ്മൾ വിചാരിച്ചത് മുഴുവനും കിട്ടി, നമുക്ക് ആഗ്രഹിച്ച സ്ഥാനം കിട്ടി, പദവി കിട്ടി, സമ്പത്ത് കിട്ടി, എല്ലാം കിട്ടി, അങ്ങനെ അതാണ് ആദരവ്. അല്ലേ? എങ്കിൽ ഉള്ളതൊന്നും നഷ്ടപ്പെടാത്ത, വയസ്സാകാത്ത, ക്ഷീണം വരാത്ത, കടന്നു പോകാത്ത, ഒരിക്കലും ഇതിന്റെ നേരെ കിട്ടണമെന്ന് ആഗ്രഹിക്കാത്ത, അത് പ്രധാനപ്പെട്ട പോയിന്റ്. എത്ര കിട്ടിയാലും മനുഷ്യന്റെ മനസ്സ് അസ്വസ്ഥമാകപ്പെടാം. ഇതിന്റെ നേരെ കിട്ടണമെന്നാണ്. അല്ലേ? കോടികളുണ്ട്. ഇപ്പൊ ലുലുമാളുകളുടെ ഡയറക്ടർ യൂസുഫലിനോട് ഇന്റർവ്യൂ നടത്തിയ ഒരാൾ ചോദിച്ചു. അപ്പൊ അയാൾ അസ്വസ്ഥനാണ്. കാരണം അയാൾക്ക് ഇനിയും ഉള്ള രാജ്യം ഇല്ലാത്ത രാജ്യങ്ങളിൽ മാളുണ്ടാക്കണം, അതിനപ്പുറത്തേക്ക് ഉള്ളോടത്തിൽ വീട്ടുണ്ടാക്കണം. അയാൾ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ അയാൾ അസ്വസ്ഥനാണ്. പറഞ്ഞു മനസ്സിലാക്കി. ഇതിനേക്കാൾ അപ്പുറം കിട്ടണമെന്ന് അങ്ങനെ ഒരു ചിന്ത വരാത്ത ഒരു ജീവിതം. എങ്ങനെ? അത് പൂർണ്ണമായി കിട്ടി, പൂർണ്ണമായി ഇനി അതിന്റെ മേലത്തില്ല, അങ്ങനെ ചിന്ത അവൻ അസ്വസ്ഥമാകൂല. അങ്ങനത്തെ ജീവിതം കിട്ടിയാൽ അതല്ലേ ആദരവ്? അതവിടെ ഉണ്ടാവണം. വരക്കത്തെ കടന്ന വലിയ ആദരം കടന്ന ദുനിയാവ ആണോ? പൂർണ്ണമായുമുള്ള ആദരവ്. ഇവർ ആരാ ജീവിച്ചത്? ആരാ ശരിക്കും അവർ ജീവിച്ചത്? ശരിക്കും സ്വത്തും മുതലുള്ളവരെയായിരിക്കും കുറേ സമ്പത്തുള്ളത് ജീവിക്കുന്നുണ്ടാവും. ഇല്ല. കുറെ അധികാരവും സ്ഥാനത്തുള്ള ജീവിക്കുന്നുണ്ടാവും. ഇല്ല. എപ്പോഴും മനസ്സ് അസ്വസ്ഥമാണ്, എപ്പോഴും രാജ്യം വേണ്ടി വരും, എപ്പോഴും അധികാരം തോന്നേണ്ടി വരും, എപ്പോഴും അടുത്ത രാജ്യം പിടിച്ചടക്കാം, ഒരു സൈനിക നീക്കം ഉണ്ടാകാം. അല്ലേ? അപ്പൊ പിന്നെ മനുഷ്യനെ നമ്മൾ ആദരിച്ചത് എങ്ങനെ പറയുന്നത്? ആകാശഭൂമിയേക്കാൾ വിശാലമായ സ്വർഗം നമ്മൾ ഉണ്ടാക്കി വെച്ചു.
എന്നിട്ട് ഈ അമ്മ ഏതൊക്കെ മനുഷ്യനെ പടച്ചോ ആ മനുഷ്യന് മുഴുവനും വേണ്ടിയിട്ടാണ് അതെന്ത് പഠിച്ചത്? സ്വർഗം പഠിച്ചത്. എത്ര മനോഹരമായിട്ടാണ് അമ്മ ആ കാര്യം ഖുർആനിൽ പറഞ്ഞിരുന്നത്. വളരെ സുന്ദരമായ കാര്യം പറഞ്ഞു. പക്ഷേ അള്ളാഹ് പറഞ്ഞു ഞാൻ അവരെ നജാത്തിലേക്ക് ക്ഷണിക്കുന്നു, പക്ഷേ അവര് ഇന്ന നരകത്തിൽ വിളിക്കുകയാണ്. ഖുർആനിൽ അള്ളാഹ് പറയാ എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താ? അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? മനുഷ്യരെ അത് തട്ടിത്തെറിപ്പിച്ച് പോവുകയാണ്. അള്ളാഹ് മനുഷ്യന് വേണ്ടി സൃഷ്ടിച്ചു വെച്ച സ്വർഗം വേണ്ട എന്ന് തീരുമാനിക്കുന്നത് ആരെയാണ്? മനുഷ്യൻ തന്നെയാണ് തീരുമാനിക്കുന്നത്. അള്ളാഹു ആർക്കും ഏതെങ്കിലും ഒരു രൂപത്തിലുള്ള മുസീബത്ത് അള്ളാഹു ആർക്കും ഉണ്ടാക്കി വെച്ചിട്ടില്ല. മനസ്സിലായില്ല? അള്ളാഹു ഹൈറ് മാത്രമേ ഉണ്ടാക്കി വെച്ചിട്ടുള്ളൂ. അവരെ നമ്മൾ ക്ഷണിക്കുന്നു, അവരുടെ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ മനുഷ്യൻ കുതറിപ്പോകും, അവരത് വേണ്ട. ഇതിന്റെ പ്രധാന കാരണമാണ് നമ്മൾ പഠിക്കുന്നത്. ഈ ആയത്തിനടുത്തുള്ള കണക്ഷൻ അതാണ്. الذين يرثون الفردوس هم فيها خالدون. എന്താണ് ആ വാക്കിനൊക്കെ വരുമ്പോൾ ഈ ഖാലിദൂൻ എന്നൊക്കെ വെറുതെ ഓടിക്കേണ്ടതല്ല. ഖാലിദൂൻ എന്താണ് ഈ സ്വർഗത്തെ കുറിച്ച് പറയുമ്പോൾ ഖാലിദൂൻ ഖാലിദൂൻ? കാരണം നമ്മൾ ഇവിടേക്കാണ് താരതമ്യം ചെയ്യേണ്ടത്. ഇവിടെ നമ്മളാരും ശാശ്വതരല്ല, ഒരാളും ശാശ്വതരല്ല ഇവിടെ. അതുകൊണ്ടാണ് സ്വർഗത്തിന്റെ പ്രത്യേകത ഹും ഫീഹാ ഖാലിദൂൻ. എന്നിട്ട് അള്ളാഹു പിന്നെ പറയുന്നത് മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ പറ്റിയാണ്. അപ്പൊ നമ്മൾ ആരെങ്കിലും വായിക്കുമ്പോ ഈ ഉലകത്തിൽ സുലാരത്തിൽ ഇന്നത്തെ അർത്ഥം തീർച്ചയായും മനുഷ്യനെ കളിമണ്ണിന്റെ സത്യം എന്ന് സൃഷ്ടിച്ചു. അപ്പൊ കളിമണ്ണിന്റെ സത്യം എന്ന് മനുഷ്യനെ സൃഷ്ടിച്ചു എന്നതും നേരെ പറഞ്ഞ എന്ന് പറഞ്ഞു തമ്മിൽ എന്താണ് ബന്ധം? അത് ഈ ആയത്തിൽ നമ്മൾ തദബ്ബൂർ ചെയ്യുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പൊ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, അവിടെ ഒരു നമ്പർ തെറ്റിയോ എന്നൊരു സംശയത്തെ ഒന്ന് നോക്കണം, ക്ലിയർ ചെയ്യണം. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഈ തീരുമായി ബന്ധപ്പെട്ട് പറഞ്ഞപ്പോ പിന്നെ നമ്മളെ വിഷയവുമായി ബന്ധപ്പെടാത്ത ഒരു സ്ഥലങ്ങൾ എത്രയാണ് നമ്മൾ പറഞ്ഞത്? 4 സ്ഥലത്താണ് പറഞ്ഞത്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഈ ആശയവുമായി ബന്ധപ്പെട്ട് അള്ളാഹു പറയുന്ന ചില സ്ഥലങ്ങൾ നമുക്ക് നോക്കാനുണ്ട്. അപ്പൊ അതിൽ നിങ്ങൾ ആദ്യം സൂറത്ത് അൽ-അൻആമിലെ 2-ാമത്തെ ആയത്ത് 6:2 പഠിക്കും. 6:2. അപ്പൊ നമുക്ക് ഇതിന്റെ കണക്ഷൻ മനസ്സിലാവും. എന്താണ് അൽ-അൻആമിലെ 2-ാമത്തെ ആയത്ത്? എല്ലാവരും കാണണ്ട. ഇന്നത്തെ ക്ലാസ്സിൽ പ്രത്യേക നെയ്യത്ത് വേണം. അതെന്താ? ഇന്നത്തെ ക്ലാസ്സിൽ പ്രത്യേക നെയ്യത്ത് വേണം. പഠിക്കുമ്പോൾ ഒരു നെയ്യത്ത് വേണം. അതെന്താ? ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിനങ്ങളിലെ ക്ലാസ്സാണ്. കാരണം ഇങ്ങനെ ഒരു ദിവസം വേറെ ഇല്ല. ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിനങ്ങളെ പോലെയുള്ള ദിനം അത്രയും മഹത്തരമായ ദിനങ്ങൾ വേറെ ഇല്ല. ഇന്ന് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളോട് അള്ളാഹ് ഇഷ്ടമുള്ള കർമ്മം വേറെ ഇല്ല. മനസ്സിലാക്കണം. അപ്പോ എന്താണെന്നറിയാം, നമ്മളൊരു അള്ളാഹിന്റെ മാർഗത്തിൽ ഒരു ജിഹാദിനെ ഇറങ്ങിയിട്ട് നമ്മളെ മുഴുവൻ സ്വത്ത്, നമുക്കൊരു കോടിയുടെ ആ ഒരു കോടി സ്വത്തിൽ നമ്മൾ ഇറങ്ങി, എന്നിട്ട് നമ്മൾ ആ സ്വത്ത് മുഴുവൻ പോയി, നമ്മുടെ ജീവൻ പോയി വിചാരിക്കാം. അതിന്റെ താഴെ എത്രയാണോ അത് മുഴുവൻ ഉണ്ട് ദിവസം. മനസ്സിലായില്ലേ? അത്രയും മഹത്തരമാണ്. അപ്പൊ ഈ ക്ലാസ്സിൽ കൂടി പ്രത്യേകം തന്നെ ഇതിന്റെ പ്രതിഫലം സാധാരണ ക്ലാസ്സിന്റെ പ്രതിഫലമല്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് കൂലി കിട്ടണമെങ്കിൽ ആ നെയ്യത്ത് വേണം. അത് എല്ലാ ക്ലാസ്സിലും പങ്കെടുക്കണമായി ഈ ക്ലാസ്സിൽ വന്നാൽ, എല്ലാ ക്ലാസ്സിലും പങ്കെടുക്കണമായി ഈ ക്ലാസ്സിൽ വന്നാൽ സാധാരണ പങ്കെടുക്കുന്ന കൂലി കിട്ടും. അതേ സമയത്ത് നെയ്യത്ത്, ആ നെയ്യത്തോട് കൂടി നമ്മൾ ഇരുന്നാൽ അതിന്റെ കൂലി നമുക്ക് ഉറപ്പാണ്. ശരി, അപ്പൊ ആയത്ത് വായിച്ചോ.
ഹുവല്ലദീ അവനാണ്. ഖലഖക്കും മിൻ തീൻ കളിമണ്ണിൽ നിന്ന് നിങ്ങളെ സൃഷ്ടിച്ചു. കളിമണ്ണിൽ നിന്ന് നിങ്ങളെ സൃഷ്ടിച്ചു. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ കളിമണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു എന്ന് പറഞ്ഞതിന്റെ ഒരു പാഠം നമ്മൾ പറയാൻ പോകുന്നു. എന്നിട്ടാണ് ഒരു അവധി നിശ്ചയിച്ചിരിക്കുന്നത്. കേട്ടാ, എന്നിട്ട് അവൻ ഒരു അജല് ഒരു അവധി നിശ്ചയിച്ചിട്ടുണ്ട്. ബാക്കി അവന്റെ അടുക്കൽ നിർമ്മിതമായ മറ്റൊരു അവധി കൂടിയുണ്ട്. അവന്റെ അടുക്കൽ നിർമ്മിതമായ മറ്റൊരു അവധി കൂടി ഉണ്ട്. പറയാം ബാക്കി. എന്നിട്ടും നിങ്ങൾ സംശയിച്ചു കൊണ്ടിരിക്കുന്നു. എന്താ പറയുക? ഒന്നാമത്തെ പാഠം, മനുഷ്യനെ കളിമണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു എന്ന് പറഞ്ഞത് മനുഷ്യനൊരു അവധിയുണ്ട് എന്ന് ബോധ്യപ്പെടാനാണ്. എന്താണ്? മനുഷ്യനൊരു അവധിയുണ്ട്, അജലുണ്ട് എന്ന് ബോധ്യപ്പെടാനാണ്. ഇതാ അജലുഹ, അജലെത്തിക്കഴിഞ്ഞാൽ അവൻ പറയും പടച്ചവനെ കുറച്ചുകൂടി സമയമാണ്, അതുവരെ ബോധപ്പെടാത്ത. അപ്പൊ കളിമണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു എന്ന് അള്ള പറയാൻ കാരണം ഒരു അജല് വരേക്ക്, ഒരു അവധി വരേക്കാണ് നമുക്ക് ഇവിടെ ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഉൾക്കൊണ്ട ആൾക്കാരാണ്. ആ അജല് കഴിഞ്ഞാൽ സ്വർഗത്തേക്കാണ് പോകേണ്ടത്, സ്വർഗത്തിലേക്കാണ് പോകേണ്ടത്. അതുകൊണ്ട് ഈ കളിമണ്ണ് കൊണ്ട് സൃഷ്ടിച്ച നമ്മൾ ഇവിടെ നമ്മളെ അജല് എങ്ങനെയെങ്കിലും തീർക്കേണ്ടവരല്ല. ആരാണോ ഹുവല്ലദീ, അത് അള്ളയാണ്. അവന്റെ നിയമങ്ങളെ അനുസരിച്ച് ജീവിക്കണം. ഇവിടെ പ്രകാശവുമുണ്ട് ഇരുട്ടുമുണ്ട്, പ്രകാശവുമുണ്ട് ഇരുട്ടുമുണ്ട്. ഈ പ്രകാശത്തിലൂടെ ജീവിക്കണം, ഈ പ്രകാശം കിട്ടാത്ത ഇരുട്ടിൽ ജീവിക്കണം. മനസ്സിലായി പറഞ്ഞേ? പ്രകാശം ഖുർആനാണ്, ഇരുട്ട് ഖുർആനല്ലാത്ത, ഖുർആൻ അതിന്റെ വഴി അടക്കാൻ ഇരുട്ടാണ്. അതാണ് ഒന്നാമത്തെ ആയത്. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. ഈ സൂറത്ത് എങ്ങനെ തുടങ്ങുന്നത്? അൽഹംദുലില്ലാഹ് അല്ലദീ ഖലഖ സ്സമാവാതി വൽ അർള വജഅല അൽ-ളുമാതി വൻ-നൂർ, വജഅല അൽ-ളുമാതി വൻ-നൂർ ثم الذين كفروا بربهم يعدلون. അപ്പൊ എന്താ വിഷയം? ഈ ഭൂമിയിൽ അള്ളാഹനെ മനസ്സിലാക്കി, അള്ളാഹനെ കീഴ്പ്പെട്ട്, അള്ളാഹുവിന്റെ കൽപ്പനകൾ അംഗീകരിച്ച്, അവനെ മാത്രം ആരാധിച്ച്, അവന് സമന്മാരെ ഉണ്ടാക്കാതെ കൃത്യമായി നല്ല ജീവിതം നയിക്കണം. അതല്ല ഈ ഇരുട്ടിൽ ജീവിക്കണം. ഈ ശുദ്ധ സുഹൃത്ത് അന്യായമാണ് അല്ലേ? അന്യായം കാര്യങ്ങളാണ് എന്തായാലും സുഹൃത്ത് ആണോ? അല്ല, കന്നുകാലികളെക്കാൾ മോശമായ മനുഷ്യനെ വളർത്താൻ കന്നുകാലികളെക്കാൾ മോശമാണ്. അങ്ങനെ അവര് ഒഴിവുള്ള അങ്ങനെയുള്ള യൂസുകളിയ ആധാരമായ മനുഷ്യന് നാക്കാലിയേക്കാൾ മോശമാണ്. നാക്കാലിയേക്കാൾ മോശം, നാക്കാലിയേക്കാൾ മോശമായ മനുഷ്യന് ഇന്ന ആദരിച്ചിട്ടുണ്ട്. നാക്കാലിയേക്കാൾ ഒരർത്ഥം അർത്ഥം അപ്പൊ നാക്കാലിക്ക് വിശേഷ ബുദ്ധിയില്ല, നമുക്ക് വിശേഷ ബുദ്ധി ഇടുന്ന അല്ലെ? എങ്കിൽ നമ്മളെക്കാൾ ബുദ്ധിയും വിശേഷ ബുദ്ധിയും കഴിവും ആർക്കിടുന്നതാണ്? കന്നലേക്ക് ഇടുന്നതാണ്. അമ്മ പറയാ, ഇവിടെയാണ് വിഷയം. ഈ ജന്തുജാലകൾക്കൊന്നുമില്ലാത്ത നമ്മൾ മനുഷ്യനായി പോയി എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം. വല്ല പ്രാണിയോ ഉറുമ്പോ വല്ല ഏജന്തുക്കളോ ജീവജാലങ്ങളോ പക്ഷമൊക്കെ ആയിരുന്നെങ്കിൽ രക്ഷപ്പെട്ടു പോയി അല്ലേ? ഉറുമ്പൊരു ജീവിയെ പടച്ചോണ്ട് സൃഷ്ടിയല്ലേ? നമ്മളൊരു ഉറുമ്പായില്ല. ഈ കാണുന്ന പറവകളും പക്ഷികളൊക്കെ പടച്ചോണ്ട് സൃഷ്ടിയല്ലേ? നമ്മളതൊന്നും ആയില്ല. നമ്മൾ ആരായി പോയി? മനുഷ്യനായി പോയി. അതല്ലേ അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞത്, ഞാനൊരു മരമായിരുന്നെങ്കിൽ
ഞാനൊരു മരമായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞില്ലേ. അതിന്റെ കാരണം എന്താ? മനുഷ്യനായ പ്രശ്നം. അപ്പൊ ഈ ആദരവ് ദുനിയാവിലാണ് മനസ്സിലാക്കല്ലേ. അത് പത്രം മുക്കളമീന്ന് സാരിയാസി കഴിക്കുന്ന സമയത്ത് പറഞ്ഞത്. ശരി, അപ്പൊ ഒരു അവധിയുണ്ട്, ഒരു അവധിയുണ്ട്. ഈ അവധിക്കപ്പുറം പോരാത് മണ്ണാണ്, മണ്ണ് കൊണ്ട് പഠിച്ച സാധനമാണ്. പെട്ടെന്ന് ഇതിന്റെ അവധി തീരും. പിന്നെ മറ്റൊരു അവധി കൂടി ഉണ്ട് എന്നാണ്. ആ അവധി പരലോകമാണ്. പക്ഷെ അതിനത് സംശയിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരു അവധി, ഇവിടുത്തെ അവധി തീർന്നു, മറ്റൊരു അവധി കൂടി ഉണ്ട് എന്ന് പറഞ്ഞാൽ ആ അവധിയാണ് രണ്ടാമത്തെ ജീവിതം. സുബ്ഹാനല്ലാഹ്, ഇത് എത്ര ആളുകൾ ചിന്തിക്കുന്നുണ്ട്? ഇവിടുത്തെ ജീവിതത്തിന് ഒരു അവധിയുണ്ട്. അതെന്താ പറഞ്ഞത്? അവന്റെ അടുക്കൽ മറ്റൊരു അവധി കൂടി ഉണ്ട്. ആ അവധി മരണമില്ലാത്ത അവധിയാണ്. എങ്ങനെ? ബർസഖ് അടക്കമുള്ള മരണാനന്തര ജീവിതം. അതാണ് അപ്പോൾ തഫ്സീർ പറയുന്നത്. അതാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടുത്തെ അവധി എന്ന് പറഞ്ഞാൽ ആ അവധി ഏതാണ്? മരിക്കണത്. അതാണ് ഈ പറഞ്ഞ ഏത് അജല അജലും മുസമ്മൻ എന്ന് പറഞ്ഞാൽ ഇതോടുകൂടി തീർന്നു എന്ന് കരുതണ്ട. അവന്റെ അവധി കഴിഞ്ഞു, അത് തീർന്നു പറയണ്ട. തുടങ്ങിയിട്ടേ ഉള്ളൂ, തുടങ്ങിയിട്ടേ ഉള്ളൂ. മനസ്സിലായി? ഇനി ഒരു അവധി കൂടി ഇതല്ലാത്ത ഒരു അവധി ഉണ്ടാവൂ. അവന്റെ അടുക്കൽ ദുനിയാവിലെ ആദ്യത്തെ അവധി ആരാണ് നിശ്ചയിച്ചത്? അവന്റെ അടുക്കൽ ഒരു അവധി കൂടിയുണ്ട്. മനസ്സിലായില്ല? ആ അവധി നമ്മൾ ഇവിടെ വിചാരിക്കുന്ന അവധിയല്ല. അതാണ് ഒറിജിനൽ അജൽ, തീരാത്തത്, അവസാനിക്കാത്തത്. ഇത് മനുഷ്യൻ അള്ളാഹുവിനെ പറഞ്ഞു. എന്നിട്ട് ഇത് പറഞ്ഞ അർത്ഥം എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? സങ്കീർണമല്ല, വളരെ എളുപ്പമാണ്, ലളിതമാണ്. നിങ്ങളുടെ രഹസ്യവുമായും പരസ്യവുമായും നിങ്ങൾ എന്തൊക്കെ നേടുന്നുണ്ട്, എന്തൊക്കെ സമ്പാദിക്കുന്നുണ്ട് എന്ന് അവനറിയാം. രഹസ്യമായും പരസ്യമായും നിങ്ങൾ എന്തൊക്കെ നേടിക്കൊണ്ടിരിക്കുന്നു, നിങ്ങൾ എന്തൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു, എന്തൊക്കെ സമ്പാദിച്ചുകൊണ്ടിരിക്കുന്നു എന്നും ആരറിയുന്നു? നമ്മൾ പഠിക്കുന്ന ആയത്തെന്താണ്? ഇൻസാന അപ്പൊ ഇതാണ് ഈ പറഞ്ഞതിന്റെ ആശയം. ഇതാണ് മറ്റേ ആയത്തും എഴുതുന്ന ഫിർദൗസും ഹാരിദും എന്നുള്ളതോ വളരെ ഖലഖന ഇൻസാന സുലാലത്തിൽ തമ്മിലുള്ള കണക്ഷനാണ്. മനസ്സിലായി? ഈ മനുഷ്യൻ എന്ത് നഷ്ടപ്പെടുത്തരുത്? ഇഷ്ടപ്പെടാത്ത എന്നും ലഭിക്കുന്ന ആ സ്വർഗം എന്തായാലും ഇനി രണ്ടാമത്തെ കാര്യം എന്താ പറയുക? ഇനി ഈ വിഷയം 2-3 സ്ഥലത്ത് ആവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ആ സ്ഥലങ്ങളൊന്ന് പറയാം. നമ്മൾ പിന്നെ 7-12 38 എഴുതി വന്നിട്ടുണ്ട്. മയക്കണം 7 7-12 38 71 72 17-61 ഈ 3 സ്ഥലത്ത് ശ്രദ്ധിക്കാം. ഈ 3 സ്ഥലത്ത് അള്ളാഹു ഒരു കാര്യമാണ് പറയുന്നത്. ഒരു കാര്യമാണ്. ആ വിഷയം എന്താണെന്നറിയാം? വിഷയം ഒക്കെ എളുപ്പമാണ്, വായിച്ചു പോകാനേ ഉള്ളൂ. പക്ഷെ അതിന് മുമ്പ് ഒരു കാര്യം മനസ്സിലാക്കാം. എന്താണെന്നറിയാം? ഒരു മനുഷ്യന് ഈ ഫിർദൗസ് അതിൻ്റെ അനന്തരാവകാശം നഷ്ടപ്പെടാൻ പെടുന്നുണ്ടെങ്കിൽ
അതിൻ്റെ കാരണം മനുഷ്യന്റെ അസ്തിത്വം മറന്നതാണ്. ഞാൻ കേവലം ഒരു മണ്ണുകൊണ്ട് പടക്കപ്പെട്ടവനാണ് എന്ന ആ ലളിതമായ ഒരു ആശയം ഉൾക്കൊള്ളാതെ മനുഷ്യൻ അഹങ്കരിച്ചതാണ് അതിൻ്റെ കാരണം. മനസ്സിലായില്ല? ഈ ആയത്തുകളാണ് അത് കേവലം മണ്ണുകൊണ്ട് പടക്കപ്പെട്ട ഒരു ദുർബലനാണ് ഞാൻ, ഏറ്റവും നിസ്സാരനാണ് ഞാൻ, കഴിവ് കുറഞ്ഞവനാണ് ഞാൻ എന്ന് മനസ്സിലാക്കാതെ അഹങ്കാരം ധരിച്ചു പറയും. ആ അഹങ്കാരമാണ് മനുഷ്യന്റെ സ്വർഗം നഷ്ടപ്പെടുത്തിയത്. അത് അല്ലാഹു തആല പറയുകയാണ്, ഈ ലോകത്തെ ഏറ്റവും വലിയ ഏറ്റവും വലിയ അഹങ്കാരി ആരാണ്? മനുഷ്യൻ ചെറിയ ജീവജാലങ്ങളിൽ ഏറ്റവും വലിയ അഹങ്കാരിയാണ്. പടച്ചോ പടപ്പുകളിൽ ഏറ്റവും വലിയ അഹങ്കാരിയാണ് ഇബ്ലീസ് അഹങ്കരിച്ചത് എന്ന് പറഞ്ഞില്ല. എടാ, അന്ന മണ്ണോടല്ലേ പഠിച്ചത്, അന്ന മണ്ണുകൊണ്ടല്ലേ പഠിച്ചത്. ഇത് പറഞ്ഞിട്ടാണ് ആരഹങ്കരിച്ചത്? ഇബ്ലീസ് അഹങ്കരിച്ചത്. അപ്പോ മണ്ണുകൊണ്ട് പടക്കപ്പെട്ട മനുഷ്യനെ ഇബ്ലീസിന്റെ മനസ്സ് വന്നാലോ അത് അഹങ്കാരാണ്. ഇത് ഉണർത്തുന്നതാണ് ഈ പറഞ്ഞ ആയത്തൊക്കെ. അവിടെ ഈ തീര് കടന്നു വരുന്നുണ്ട്. അപ്പൊ ആദ്യം നമ്മൾ പഠിക്കേണ്ടത് 7:12 ആറാഫിലെ 12-ാമത്തെ മനുഷ്യനെ പടച്ചു, സുജൂദ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു, ഇബ്ലീസ് സുജൂദ് ചെയ്തില്ല. ഇനി അടുത്ത കാല അല്ലാഹു ചോദിക്കുകയാണ്, മാ മനഅക, നിന്നെ തടഞ്ഞ കാര്യം എന്താണ്? അല്ലാ തസ്ജുദ ഇദ് അമർതുക, ഞാൻ നിന്നോട് അവരെ സുജൂദ് ചെയ്യാൻ വേണ്ടി കൽപ്പിച്ചപ്പോ നീ അനുസരണക്കേട് കാണിക്കാൻ കാരണം എന്താണ്? എന്താണ് നിന്നെ തടഞ്ഞ കാര്യം? നീ സുജൂദ് ചെയ്യാതിരിക്കാൻ കാരണം എന്താണ്? ഇബ്ലീസ് പറയുന്നത്, അന ഖൈറും മിൻഹു, ഞാനാണ് അവനേക്കാൾ ഉത്തമൻ. ഖലഖ്തനീ മിൻ നാരിൻ, എന്നെ പടച്ചത് അഗ്നി കൊണ്ടാണ്. വഖലഖ്തഹു മിൻ തീൻ, അവനെ പടച്ചത് മണ്ണ് കൊണ്ട്, തീ കൊണ്ടാണ്. അപ്പൊ മനുഷ്യനെ ഇബ്ലീസിന്റെ മനസ്സിലെത്തിയ ഇബ്ലീസ് പറഞ്ഞെടുക്കാം, ഈ മണ്ണ് കൊണ്ട് പടച്ചത് അവന് ഒരു ഇല്ല, അവന് ഞാൻ എന്തെങ്കിലും സുജൂദ് ചെയ്യണം അല്ലെ. എന്നാൽ മണ്ണ് കൊണ്ട് പടക്കപ്പെട്ട മനുഷ്യൻ ആ ബോധം നഷ്ടപ്പെടാൻ പാടില്ല. നഷ്ടപ്പെട്ടാൽ അവൻ ആരുടെ പാതയിലാവും? ഇബ്ലീസിന്റെ പാതയിലാവും. നമുക്ക് നേരെ നോക്കി പോകാം. അടുത്തത് അത്ര പറഞ്ഞ 38, 71, 72. ഇത് മലക്കുകളോട് അള്ള പറഞ്ഞ സന്ദർഭം, നിന്റെ റബ്ബ് പറഞ്ഞ സന്ദർഭം. തീർച്ചയായും ഞാൻ കളിമണ്ണിൽ നിന്ന് ഒരു മനുഷ്യനെ സൃഷ്ടിക്കാൻ പോവുകയാണ്. കളിമണ്ണിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിക്കാൻ പോവുകയാണെന്ന് അള്ള മലക്കുകളോട് പറഞ്ഞ സന്ദർഭം. അങ്ങനെ പിന്നീട് അത് ആ സൃഷ്ടിക്കുകയും പരിശുദ്ധിക്കുകയും ചെയ്യുന്ന സംഭവം പറയാം. നമ്മൾ വായിക്കേണ്ട കാര്യമില്ല. അത് പറഞ്ഞിട്ട് വീണ്ടും 76-ാമത്തെ ആയത്താണ് പറയാം. അതിന്റെ നേരത്തെ ആയത്തില് ഞാൻ എന്റെ കൈകൊണ്ട് സൃഷ്ടിച്ച വസ്തുവിന് നീ സുജൂദ് ചെയ്യാൻ തന്നെ കളഞ്ഞ അല്ലാഹു അവന്റെ കൈകൊണ്ട് സൃഷ്ടിച്ചു പറഞ്ഞു. മനുഷ്യനെ അവിടെ നോക്കി, ഞാൻ എന്റെ കൈകൊണ്ട് സൃഷ്ടിച്ചുണ്ടാക്കിയ മനുഷ്യനെ നീ സുജൂദ് ചെയ്യാൻ നിന്നെ തടഞ്ഞ കാര്യം എന്താണ്? മനുഷ്യനെ അള്ള പഠിച്ചതാണ്, അള്ള കൈകൊണ്ട് സൃഷ്ടിക്കുന്ന പറഞ്ഞു. അപ്പോ എന്നാൽ നീ അഹങ്കാരം കാണിച്ചു,
നീ പൊങ്ങച്ചക്കാരെ പെട്ടിരിക്കുകയാണോ എന്ന് ചോദിച്ചിട്ട് ഈ സമയത്ത് ഈശ്വരൻ പറഞ്ഞ എന്താണ് ഉണ്ടാക്കി കാല കാല ഹൈറും മിൻഹു ഖലഖ്തനീ മിൻ നാരിൻ വഖലഖ്തഹു മിൻ തീൻ. ഇനി ഇതിലെ അവസാനത്തെ ആയത്തിൽ പഠിക്കാൻ പോകണം. ആ ആയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഇബ്ലീസിന്റെ മനസ്സിൽ നമുക്ക് എങ്ങനെ ഉണ്ടാകുക. ഈ ആയത്തിനെ പഠിക്കണേ, സുഹൃത്ത് മുകളിനെ പഠിക്കണേ, നമുക്ക് ഫിർദൗസിൽ കാണും, അനന്തരമായിട്ട് കിട്ടാം. അപ്പൊ അതുകൊണ്ട് അത് നഷ്ടപ്പെടുന്ന ഒന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല. പക്ഷേ അത് നഷ്ടപ്പെടുത്താനാണ് ആര് പരിശ്രമിക്കുക? ഇബ്ലീസ് പരിശ്രമിക്കുക. അത് ഇബ്ലീസ് ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഇബ്ലീസിന്റെ മനസ്സ് ഇബ്ലീസ് നമ്മളെ ഉണ്ടാക്കും. ഇബ്ലീസിന്റെ ചിന്താഗതി ഞാൻ മോശക്കാരനൊന്നും അല്ലല്ലോ എന്നൊരു ചിന്താഗതി നമ്മൾ ആരുണ്ടാക്കും? ഇബ്ലീസ് ഉണ്ടാക്കും. ആ ഉണ്ടാക്കുന്ന രംഗത്തുള്ളത് കണ്ടോളി. അതാണ് 17-ാമത്തെ സൂറത്ത് അഅറാഫ്. സൂറത്ത് അഅറാഫിലെ 61-ാമത്തെ ആയത്ത്. വായിച്ചോളി. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ ആദരം നമ്മുടെ മനുഷ്യനാണ്. മനുഷ്യനെ അല്ലാഹു തആല ആദരിച്ചു, സ്വർഗത്തിൽ സൃഷ്ടിച്ചു, സ്വർഗത്തിൽ പടച്ചു. എന്നിട്ട് ആ സ്വർഗമാണ് അല്ലാഹു തആല മനുഷ്യവർഗത്തിന് നിശ്ചയിച്ചു വെച്ചിട്ടുള്ളത്. മനസ്സിലാക്കുന്നത് എങ്കിൽ ആ ഇംഗ്ലീഷ് ചോദ്യം നോക്കി 61-ാമത്തെ ആയത്തിൽ വൈദ്യ കുലിനാരി മലായികത്തു സുജൂദു ലിആദമ ഫസജദു ഇല്ലാ ഇബ്ലീസ ഖാല അസ്ജുദു ലിമൻ ഖലഖത തീന. ഖാല അസ്ജുദു ലിമൻ ഖലഖത തീന. നീ കളിമണ്ണ് കൊണ്ട് ഉണ്ടാക്കിയവൻ ഞാൻ സുജൂദ് ചെയ്യേ എന്ന് പറഞ്ഞ് ഇബ്ലീസ് ചോദിക്കപ്പെട്ടു. ഖാല അവൻ പറഞ്ഞു അറഅയ്തക ഹാദല്ലദീ കറമത അലയ്യ. എന്നേക്കാൾ നീ ആദരിച്ചവനെ എനിക്ക് നീ ഒന്ന് കാട്ടിക്കൊണ്ട. കറമെന്ന് ആദരിക്കാം, കറന്നാവനി നീ ആദരിച്ചവനെ, എന്നേക്കാൾ നീ ആദരിച്ചവനെ നീ ഒന്ന് എനിക്ക് കാണിച്ചു കൊണ്ടാണ്. ഖിയാമത്ത് നാൾ വരെ നീ എനിക്ക് അവധി നിൽക്കുകയാണെങ്കിൽ ഈ ആദമിന്റെ മക്കളിൽ ചുരുക്കം സന്തതികൾ ഒഴികെ ബാക്കി എല്ലാവരെയും ഞാൻ കീഴ്പ്പെടുത്തി. ഇബ്ലീസിന്റെ മനസ്സിന് നമുക്ക് എങ്ങനെ ഉണ്ടാകും? കാരണം ഈ മനുഷ്യന് അല്ലാഹുവിന്റെ സ്വർഗമാണ്. മനുഷ്യന് മരണശേഷം അവന് സ്വർഗം കിട്ടും. മനുഷ്യ സൃഷ്ടിപ്പ് തുടങ്ങുന്നത് സ്വർഗത്തിൽ വെച്ച്. ഇവനെ എന്തിനു പഠിച്ചുകൊണ്ടാ പറഞ്ഞത്? എന്റെ പ്രതിനിധിയായിട്ട് പഠിച്ചുകൊണ്ടാ പറഞ്ഞത്. സ്വർഗത്തിന് വേണ്ടി സൃഷ്ടിച്ചുകൊണ്ടാ പറഞ്ഞത്. മനസ്സിലാക്കണം. അപ്പോ ഇബ്ലീസ് അല്ലാഹുവോട് പറയാണ്, എന്നേക്കാൾ നീ ആദരിച്ച ഇവനെ നീ ഒന്ന് കാണിച്ചോളാം. കാണിച്ചോളാം അവര് വെല്ലുവിളിയാണ്, കാണിക്കല്ല, ഒരു വെല്ലുവിളിയാണ്. എന്നിട്ട് പറയാണ് ഇവന്റെ മക്കളെ ഖിയാമത്ത് നാൾ വരെ ഇവന്റെ മക്കളായി ജനിക്കുന്ന മുഴുവൻ പേരെയും ഞാൻ കീഴ്പ്പെടുത്തി വെക്കും. ഓന്റെ കൂട്ടി ഇബ്ലീസ് ഒരു വിശ്വാസം മാത്രമല്ല, എന്തല്ല വിശ്വാസമല്ല, അഹ്തരിക്കന്നാണ്. ഇത് അഹ്തരിക്കുന്ന മനസ്സിൽ വിശ്വാസമാക്കി പോകുന്ന അല്ല, കീഴ്പ്പെടുത്തി വെക്കും. കുറച്ച് ആൾക്കാർ മാത്രമേ രക്ഷപ്പെടും. കീഴ്പ്പെടുത്തി വെക്കും. തീർന്നില്ല. നീയും നിന്റെ പിൻപറ്റിലോ നിങ്ങൾക്കുള്ളത് നരകമാണ്. ആ പ്രതിഫലം പൂർണ്ണമായ പ്രതിഫലമാണ്. എന്നിട്ട് ഈ ശ്രദ്ധ ചെയ്യിക്കട്ടോ. നീ ഇളക്കി വിട്ടുകൊണ്ടിരിക്കുക. നീ ഇളക്കി വിട്ടുകൊണ്ടിരിക്കുക. മനസ്സകടക്ക നിനക്ക് കഴിയുന്നവരെയൊക്കെ മിനിമം അവരെ സൗന്ദര്യ അതിന്റെ ശബ്ദമുണ്ട്. നിന്റെ സൗത്ത് കൊണ്ട് ശബ്ദം കൊണ്ട് നീ അവരെ ഇളക്കി വിട്ടു. ആരെ സൗന്ദര്യം കേൾക്കാൻ അറിയാതെ കേട്ടില്ല.
തൊട്ടടുത്തായിട്ട് 64 എന്താണ്? നിന്റെ ശബ്ദം കൊണ്ട് നീ നിനക്ക് കഴിയുന്ന അതിന്റെ മക്കളൊക്കെ നീ ഇറക്കി വിട്ടോ. അപ്പൊ ശൈത്താന്റെ സൗണ്ട് കൊണ്ട് ആരെ ഇറക്കി വിടും? മനുഷ്യനെ ഇറക്കി വിടും. ശൈത്താൻ കൊണ്ട് ഇളക്കും. നിന്നെ കൊണ്ട് കഴിയുന്നവർ നീ ഇറക്കിക്കോ. ഇത് ഖുർആനാണ്, നിഷേധിക്കണ്ട. ബാക്കി ഓ അജ്നിബ് അലൈഹിം, നീ വിളിച്ചു കൂട്ടുകയും ചെയ്യുക. നിന്റെ കുതിരപ്പടയെ, ഓ റജലിക്ക നിന്റെ കാനാളുപടയെ അവർക്കെതിരെ വിളിച്ചു കൂട്ടുക. ഉദ്ദേശിക്കുന്നത് പാട്ടിനെ കുറിച്ചാണ്. പ്രത്യേക ശാലി, പ്രത്യേക ഫലമാണ്. അതിൽപ്പെട്ട പലതുണ്ട്. അതിന് അവൻ ഉപയോഗിക്കുന്ന പല മാർഗങ്ങളുണ്ട്. അതിൽപ്പെടുത്താൻ സംഗീതം മ്യൂസിക്കൊക്കെ അതിൽപ്പെട്ട ഭാഗമാണ് പാട്ടൻ. ശൈത്താൻ നേരിട്ട് പേരും അല്ലാതെ വെറുപ്പെട്ടോ. അതിന്റെ മാർഗങ്ങളിൽ എന്തൊക്കെ അതൊക്കെ ഇപ്പോൾ തീർന്നിട്ടില്ല. നിന്റെ കാലാൾപ്പട കൊണ്ടും നിന്റെ കുതിരപ്പട കൊണ്ടും അവർക്കെതിരെ നീ ഒരുക്കം കൂട്ടുക. ഷാരിക്കും, നീ ഷെയറില്ല. ഷാരിക്കും ഔവാദി വല മകളിൽ വല ഔവാദി മക്കളിൽ ഒരു ഷെയർ നമ്മുടെ മക്കളിലും നമ്മുടെ സ്വത്തിലൊക്കെ ആരുടെ പങ്കാളിത്തം? ശൈത്താന്റെ പങ്കാളിത്തം. ഇതാണ് ഹറാമായ. കട്ടതും ഓട്ടിച്ചതും അനുവാദമില്ലാതെ എടുത്തതും പലിശ വാങ്ങിയതും ഒക്കെ നമ്മുടെ മുതലുണ്ടെങ്കിൽ അതിനൊരു വിഹിത ആയതാണ്. നീ അവർക്ക് വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ടിരിക്കുക. ശൈത്താൻ ഇങ്ങനെ ഓരോ വാഗ്ദാനങ്ങൾ ഇങ്ങനെ പറയും. സുന്ദര മോഹന വാഗ്ദാനം ശൈത്താൻ നൽകുന്ന ഏതൊരു വാഗ്ദാനവും മഹാവഞ്ചന മാത്രമായി. ചതിയല്ലാത്ത ഒരു വാഗ്ദാനവും ആര് നൽകൂല? ശൈത്താൻ കിട്ടുന്ന ഒരു വാഗ്ദാനം ഒക്കെ പറ്റിക്കുന്ന ചിന്തിക്കുന്നതായിരുന്നു. ഇതിനാണ് ഇതൊക്കെ അമ്മ പറഞ്ഞത് ഇത്രയും വ്യക്തമായി പറഞ്ഞത്. മനുഷ്യ നീ പണ്ടുകൊണ്ട് കളച്ചതാണ്. വിനയത്തോടെ ജീവിക്കുക, ഉള്ളതുകൊണ്ട് യുദ്ധിക്കൊണ്ട് ജീവിക്കുക. ശൈത്താന്റെ പിന്നാലെ പോകരുത്, അഹങ്കാരം ഉണ്ടാകരുത്. ആ ശൈത്താൻ നിന്നെ ഈ യുഗത്തിലൊക്കെ എന്ത് ചെയ്യും? നിന്നെ തീ കൊണ്ട് വളർത്തപ്പെട്ട സാധനമാണ് അല്ലെ? മണ്ണ് കൊണ്ട് പടച്ചൊരു സാധനത്തിന് തീ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്യും. അവസാനം മനുഷ്യൻ നരകത്തിലേക്ക് തീയിലേക്ക് എത്തും. അവിടെ അള്ളാഹു പറഞ്ഞ് ബേജാറത്തില്ല. അടുത്ത ആയത്ത് നമുക്ക് സമാധാനം കിട്ടുന്ന ആയത്താ. വായിച്ചോളൂ അടുത്ത ആയത്ത്. എന്താണ്? ഇന്ന ഇബാദി, എന്റെ അടിമകൾ ആരാണ്? റഹ്മാനായ റബ്ബ്. അപ്പൊ ഇബാദുർ റഹ്മാൻ. ഇന്ന ഇബാദി എന്ന് പറഞ്ഞാൽ റഹ്മാനായ റബ്ബാണ്. അപ്പൊ ഇതാരടിമകൾ? റഹ്മാനായ റബ്ബിന്റെ ഇബാദുർ റഹ്മാൻ. അവരാരാണ്? ഖുർആൻ പഠിക്കുന്ന ആൾക്കാരാണ്. ഖുർആനൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരാണ്. അവർ രാത്രിയിൽ സുഖിക്കുന്ന ആൾക്കാരാണ്. ലൈസ ലക അലൈഹിം സുൽത്താൻ. അവരുടെ മേൽ നിനക്ക് ഒരു അധികാരം ഉണ്ടാവില്ല. അവരുടെ മേൽ നിനക്ക് ഒരു അധികാരം ഉണ്ടാവില്ല. ഒരു അധികാരം ഉണ്ടാവില്ല. നിന്റെ റബ്ബ് തന്നെ മതി വക്കീലായിട്ട് കരമേൽപ്പിക്കാൻ. അവർ അല്ലാഹു കരമേൽപ്പിക്കുന്നതായി രാവിലെ പറഞ്ഞ വൈകുന്നേരം വരെ ശൈത്താൻ അടുക്കൂല. അത് പറയണമെങ്കിൽ തോന്നണ്ടാകാം. നാട്ടിൽ പഠിക്കണം. 3 വട്ടം അത് ആവർത്തിക്കണം. ഇത് കേൾക്കുന്ന ഒരു ശൈത്താൻ മറ്റൊരു ശൈത്താൻ പറയാണ് കൈക്കോട്ട് നമുക്ക് പറയുകയാണില്ല. ഹദീസാണ്, സ്വഹീഹായ ഹദീസാണ്. ഈ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് പഠിക്കുന്ന അതേ ഹദീസാണ്. ഇത് കേൾക്കുന്ന ഒരു ശൈത്താൻ പറയും നമുക്ക് കുഴപ്പമൊന്നുമില്ല, പോയിക്കോ. കാരണം അവർ അവരുടെ റബ്ബിനെ ഏൽപ്പിച്ച് കഴിഞ്ഞു. ആരൊക്കെ പറയാം എനിക്ക് പഠിക്കണം.
പഠനം ആവശ്യം. ഖുർആൻ വായിക്കണം, ഖുർആൻ പഠിക്കണം, ഖുർആനുമായി ബന്ധപ്പെട്ട് ജീവിക്കണം. ഒരു ശൈത്താനും നമ്മളെ സ്വാധീനിക്കുക. ഈമാൻ കിട്ടി മരിക്കാൻ പറ്റും, മുഅ്മിനായിട്ട് മരിക്കാൻ പറ്റും, ഫിർദൗസിൽ ചേരാൻ പറ്റും. അതാണ് ഈ ആദ്യത്തെ നമുക്ക് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം. ഇൻഷാ അല്ലാഹ് ഇതിൽ ഒരു കാര്യത്തിൽ വായിക്കാണ്ട് ഇത് നമുക്ക് മറ്റൊരു സന്ദേശം അതാണ് ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങൾ പാടാതെ നടക്കുകയും നിറഞ്ഞിരുന്നതാണ്. ഈ ദുൽഹജ്ജ് മാസത്തിൻ്റെ ആദ്യത്തെ 10 ദിനങ്ങളിൽ നമ്മൾ രാവിലെ 7 മണിക്കൂറിലെ ക്ലാസ്സാണ്. 4ാമത്തെ ക്ലാസ്സാണ്. 4 ക്ലാസ്സിൽ പങ്കെടുത്തത് ഈ കൂട്ടത്തിലുണ്ട്, 3 ക്ലാസ്സിൽ പങ്കെടുത്തവരുണ്ട്, 2 ക്ലാസ്സിൽ പങ്കെടുത്തവരുണ്ട്, ഈ ക്ലാസ്സിൽ പങ്കെടുത്തവരുണ്ട്. ഒക്കെ പഠിച്ചത് അള്ളാന്റെ കലാമാണ്, കേട്ടത് അള്ളാന്റെ കലാമാണ്, സാക്ഷികളായ അള്ളാഹുവിന്റെ കലാമാണ്. അള്ളാഹു പൂർണ്ണമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുന്നതാണ്. നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടാനും റബ്ബിന്റെ അടുക്കൽ പദവി ഉയരാനും അള്ളാഹുവിന്റെ കലാമിന്റെ പഠനം കാരണമാകുന്നുണ്ട്. നമ്മൾ മരിച്ചുപോയ ആളുകൾ സംബന്ധിച്ച് ഒരു 4 തവണ സംസാരത്തിൽ കൊണ്ടു. അതുകൊണ്ട് അദ്ദേഹത്തെ കൂടുതൽ ഈ സമയത്ത് ഓർക്കണം. അള്ളാഹുദാല ഈ സൂറത്തോടെ തുടങ്ങിയത്, ഈ ക്ലാസ് തുടങ്ങിയതൊക്കെ പ്രധാനപ്പെട്ട ഒരാൾ അദ്ദേഹമാണ്. അദ്ദേഹത്തിന് വിശാലമായി കൊടുക്കട്ടെ, ഖബർ അള്ളാഹു വിശാലമായി കൊടുക്കട്ടെ. അദ്ദേഹത്തെ നമ്മയും അള്ളാഹു എല്ലാവർക്കും ഫിർദൗസിൽ ഒരുമിച്ച് കൊടുക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ കലാമം പഠിക്കുക എന്ന മഹാഭാഗ്യം കിട്ടി അങ്ങനെ ജീവിച്ച് ആ മാർഗത്തിലൂടെ മരണപ്പെട്ട് അള്ളാഹുവിന്റെ അടുക്കൽ ഉന്നതമായ സ്ഥാനം കിട്ടാൻ അള്ളാഹു നമ്മളെയും നമ്മുടെ മക്കളെയും കുടുംബത്തെ സഹായിക്കുമാറാകട്ടെ. وتب علينا انك انت التواب الرحيم واخر دعوانا الحمد لله رب العالمين. سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك.